ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ മാതിരി ഞാൻ സിനിമ 51 വർഷമായി. 75 തൊട്ട് ചെറിയ പടങ്ങളൊക്കെ അഭിനയിച്ചെങ്കിലും ഇന്ന് മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ളയിൽ ആ കഥാപാത്രത്തിലെ മേനോൻ അവതരിപ്പിച്ചതിലൂടെയാണ് ഞാനെന്നൊരു ആളിന് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഒക്കെ കാരണക്കാരൻ ഭാഗത്ത് ഇടയ്ക്ക് കുറേ നാൾ പടങ്ങളില്ലായിരുന്നു. ആദ്യത്തെ 8-10 പടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ അഭിനയിച്ച പടം ഈ പടമാണ്. ഈ പടം എന്ന് ഞാൻ പറയുന്നത് ഈ പടത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞില്ല, ഇപ്പം പറയത്തേ ഉള്ളൂ. അതിപ്പോഴും സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസം, ഞാനും ഈ പറഞ്ഞ 10-40 ദിവസം അഭിനയിച്ച് നല്ല ഇമ്പോർട്ടൻ്റ് വേഷമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു എന്താ പറയുക, അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് വരാൻ ബുദ്ധിമുട്ടാണ്, ഹോസ്പിറ്റൽ കേസിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പകരം വാങ്ങിച്ചു. ഷീൽഡ് എടുത്ത് പൊക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേനേക്കാൾ വെയിറ്റുണ്ട്. അത്ര അതിഗംഭീരമായൊരു സംഭവമാണ് ഇവിടുന്ന് തരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പൊക്കാത്തത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഇതിനകത്ത് അഭിനയിക്കുമ്പോഴും ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ പടത്തിൽ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ശ്രീ പി ഉണ്ണികൃഷ്ണൻ എല്ലാ പടങ്ങളും കാണുന്നതാണ്. എന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല. ഞാൻ തുടരും സിനിമ കഴിഞ്ഞ് അത് കഴിഞ്ഞൊരു സർജറിയൊക്കെ കഴിഞ്ഞ് എൻ്റെ 16 കിലോ കഴിഞ്ഞ് നിൽക്കുമ്പോൾ എനിക്കൊരു വിളി വരെയുണ്ട്, ചേട്ടൻ ഞാൻ ഇത് ഉണ്ണികൃഷ്ണൻ. എന്ത്, എൻ്റെ ഒരു പടം അടുത്ത മാസം തുടങ്ങുന്നുണ്ട്, നല്ലൊരു വേഷമാണ്, ഒരുപാട് ദിവസം വേണ്ടി വരും, ബാക്കി കാര്യങ്ങൾ ഹരവമോഹൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഞാൻ പടത്തിൽ വന്നത്. പറഞ്ഞതുപോലെ തന്നെ അതൊരു ഉഗ്രം വേഷമാണ്, ത്രൂ ഔട്ടുണ്ട്. വളരെ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട് ഈ പടത്തിൽ വർക്ക് ചെയ്തത്. അത് ഞാൻ പടം കഴിഞ്ഞ് പോകാൻ നേരത്തെ അദ്ദേഹത്തിന് ഷേക്കൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ എല്ലാ പടവും കണ്ടിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ഏറ്റവും നല്ല പടമായിരിക്കും. ഷേക്കൻഡ് കൊടുത്ത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കേ, ഈ നമ്മൾ ഒരുപാട് മിങ്കിൾ ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരുപാട് ഡയറക്ടേഴ്സുമായിട്ട് അഭിനയിക്കുമ്പം അവരുടെ രീതികളും സ്റ്റൈലും ഒക്കെ നമ്മളിലേക്ക് അങ്ങ് അറിയാതെ കയറും. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ ജീവിതത്തിൽ ശ്രീ മോഹൻലാലും പറഞ്ഞിട്ടുണ്ട്, പത്മരാജൻ ചേട്ടനിലൂടെയൊക്കെ നമ്മൾ ഒരു മാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസാര രീതിയിലും കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു അംശം എങ്ങനെയോ കലർന്നില്ല. അപ്പം ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ പറയുമായിരുന്നു, സെറ്റിൽ വെച്ചിട്ട് ഈ ഉണ്ണികൃഷ്ണൻ ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ പറയും. ആദ്യമായിട്ട് പുള്ളി ഞാൻ നടന്നു വന്നിട്ട് ക്യാമറാമാൻ്റെ പറയും, ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ ട്രോളിയിട്ട് ഇങ്ങനെ വരണം, എന്നിട്ട് ഇവിടുന്ന് 2 പേര് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അത് റെഡിയാണ്. ഓക്കെ അല്ലേ? ക്യാമറ ഓക്കെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും, രാജേട്ടൻ അവിടുന്ന് ഇങ്ങനെ വരുന്നു, ഇവിടുന്ന് വരുന്നു, എന്നിട്ട് നിങ്ങൾ 2 പേരും കൂടെ ഡയലോഗ് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു. നമ്മൾ അതുപോലെ ചെയ്യാം. അസോസിയേറ്റ് ഡയറക്ടർ അയച്ചിട്ട് ഡയലോഗ് കേൾക്കണ്ടേ? ഇപ്പം ഈ ഡയലോഗ് രാജേട്ടൻ പറയണം, മറ്റേ ഡയലോഗ് നിവിൻ പോളി പറയും. നിങ്ങൾ 2 പേരും കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ നടന്നു വന്നിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ എനിക്ക് അത്ഭുതമായി. കുറച്ച് കഴിഞ്ഞ് പ്രൊഡക്ഷൻ പോയി കയ്യിൽ ജ്യൂസ്, ഒരു ചായ. സാറേ ജ്യൂസ് വേണോ അത് ചായ വേണോ? ശരിക്കും പറഞ്ഞാൽ സെറ്റിൽ എല്ലാവരും ഇങ്ങനെയാണ്. അപ്പം ഞാൻ വീട്ടിൽ പറയുന്നത് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൂടുതൽ ആക്ഷൻ. എന്തായാലും പടം ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്തെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് സിനിമയാണ്. എല്ലാ ഹിറ്റിനുള്ള ചേരുവകളും ഉണ്ട്. ഇവിടെ അധികം ഞാനൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു വേഷം തന്നിട്ട് ഗോകുലും ഗോപാലൻ ചേട്ടനും ഉണ്ണികൃഷ്ണൻ എല്ലാവരും വർക്ക് ചെയ്ത എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്, സ്നേഹമാണ്. എല്ലാവരും എനിക്ക് എങ്ങനെ കഥയെന്ന് പറഞ്ഞെന്ന് അറിയില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് ഇങ്ങനെ ഒരു രൂപമുള്ളതുകൊണ്ട് എന്നെ വിളിച്ച് ഇനി രോഗിയായിട്ട് കിടത്താൻ കാണാമെന്നൊരു വിചാരിച്ചു. പക്ഷേ അല്ല, ഉപരി റോളാണ്. പടം കാണുമ്പോൾ മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. നമുക്ക് കാണാം. ഞാൻ റൈറ്റ് ചെയ്തതാണ്.